ഉണർന്ന മോളെ, അച്ഛൻ്റെ മരുന്നും കെടുത്തേ. ഇങ്ങനെ ഏന്തി വലിഞ്ഞെടുക്കണോ? എന്നെ വിളിച്ചാ പോരെ? ഇന്ന് കുറച്ച് കൂടുതലാ മോനെ. ഇന്നല്ല, എന്നും ഇത്തിരി കൂടുതലാണല്ലോ. ഈ ചുമ മാറണമെങ്കിലേ ആദ്യ വൈദ്യരെ ഇടിച്ച് പിഴിഞ്ഞു കുടിക്കണം. ഒരു നല്ല ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞാൽ സമ്മതിക്കരുത്. എനിക്ക് കഷായം മതി. ഒടുക്കത്തൊരു കഷായം. ആ കോളാമ്പി വാങ്ങി താഴത്ത് വെക്ക്. പിടുത്തം കണ്ടാ തോന്നും മേലെ ചെന്നാ ഇതൊന്നും കിട്ടൂലെന്ന്. ഏട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ എന്താ തോന്നുക? പിന്നെ മനുഷ്യന് പണിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. രാവിലെ മുതൽ തുടങ്ങിയതാ കൊക്കരക്കോ കൊക്കരക്കോ എന്നുള്ള കൂവല്. എന്താ ഒരു നല്ല ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ച അയാൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഹാജിയാർക്ക് ഇത് കഴിഞ്ഞ ആഴ്ച കൊടുക്കണ്ടതാ. എങ്ങനെയാ ഒന്ന് സ്വസ്ഥായി ഇരുന്നിട്ട് വേണ്ടേ? ഞാൻ തന്നെ പണിയണമെന്ന് ആ ബീവി വാശി പിടിച്ചത് കൊണ്ടാ എനിക്കിത് കിട്ടിയത്. പറഞ്ഞ സമയത്തിന് കൊടുത്തില്ലെങ്കിൽ ആ വിശ്വാസം പോവും. അത് തന്നെ. വല്ല ഗുണമുണ്ടോ? ഇതിലധികം ഒന്നും തടയുന്ന ലക്ഷണമില്ല. വരുന്ന പെരുന്നാളിന് 5 പവന്റെ 4 വള പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഇത്തിരി ഗുണം ചെയ്യും. നമുക്കൊക്കെ ജീവിക്കണ്ടേ? ഏട്ടൻ ആ ഹാജിയാരുടെ 3ാമത്തെ ബീവിയെ കണ്ടിട്ടുണ്ടോ? പിന്നെ തട്ടാൻ കാണാത്ത പെണ്ണുണ്ടോ? ഹാജിയാർ ഇന്ന് വരെ ആ ബീവിയെ പുറത്തിറക്കിയിട്ടില്ല. ആരും കണ്ടിട്ടുമില്ല, ആരെയും കാണിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. തട്ടാന് കയറി ചെല്ലാൻ പറ്റാത്ത ഏത് അന്തപ്പുരാടി ഇവിടെ ഉള്ളത്? പെണ്ണായ പൊന്ന് വേണം. പൊന്ന് വേണോ തട്ടാൻ വേണം. അതാണ് തട്ടാന്റെ മഹത്വം. പറഞ്ഞോണ്ടിരുന്നു ബാക്കിയുള്ളവരോട് ചുമച്ചു തീരും. എന്ത് ചുമയാ എന്റെ ഈശ്വര! ഓരോ ദിവസം ഓരോ ജാതി. മൂത്ത തട്ടാന് ശനിയുടെ അപഹാര. അത് ചുമച്ചു തന്നെ തീരണം. ആ സ്നേഹലതയ്ക്ക് 2 കമ്മല് പണിയാൻ ആ ഭാസ്കരനെ ഏൽപ്പിച്ചിരുന്നു. അവൻ അത് കൊണ്ടുതന്നു. ഭാഗീരഥി കൊണ്ടുവരാൻ എപ്പോഴാ കൊടുത്തേ? കൊടുത്തിട്ട് മാസം 2ആയി. മൂത്ത തട്ടാൻ ചുമച്ചോണ്ടിരുന്ന ഇനി അത് നീളും. അവനെ കണ്ടാ നീ ചോദിക്കണം. എന്റെ ഈ മാലയൊന്ന് ഉരുക്കി പണിയണമെന്ന് കഴിഞ്ഞ തിരുവാതിരയ്ക്ക് ഞാൻ പറയുന്നതാ. അത് ഉരുക്കണമെന്നുണ്ടെങ്കിലേ എന്റെ നെഞ്ചത്തേക്ക് വെച്ചാ മതി. നല്ല ചൂടാ, ഉരുകിക്കോളും. ഹേ, അയൽവക്കത്തൊരു തട്ടാൻ താമസിച്ച ഇവിടെ പണിക്കന്മാർക്കാ കഷ്ടകാലം. മോൾ എവിടെയേ? അമ്പലത്തിൽ പോയി. ഭാസ്കരേട്ടൻ പോയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. മടുത്തിട്ടൊന്നുമില്ല. ഓരോരുത്തർ ജീവിത അവസാനം വരെ കാത്തുക്കുന്നു. പിന്നെ ഞാൻ അമ്പലത്തിന്റെ പുറകിൽ കുറച്ചു നേരം. സുന്ദരിയായിട്ടുണ്ട്. ഇന്നെന്റെ പിറന്നാളാ. ഭാസ്കരേട്ടൻ പോലും അത് മറന്നില്ലേ? ഇന്ന് പിറന്നാളിന് ഇടാൻ വേണ്ടിട്ട് അച്ഛൻ കമ്മല് പണിയാൻ തന്നത്. അത് ഇതുവരെ ആയിട്ടും തരാൻ തോന്നിയില്ലല്ലോ. ഈ പിറന്നാളെന്ന് പറയുന്നത് ഒരു മഹാസംഭവമാണ്. ഒരു ദിവസം തെറ്റിയാണ് നിന്റെ അമ്മ പ്രസവിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മളിങ്ങനെ ഇവിടെ കണ്ടുമുട്ടും. ഇത് കണ്ടോ? ഇത് ഇടത്തെ ചെവി, ഇത് വലത്തെ ചെവി.
നന്നായിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി 1.5 പവനുണ്ടെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. 1.5 പവൻ അച്ഛന്റെ കണക്ക്. ഇതിപ്പോ 1.25 പവനുണ്ട്. ആ പവൻ ആര് കൂട്ടി? ഈ ഞാൻ കൂട്ടി. ആർക്ക് വേണ്ടി കൂട്ടി? സ്നേഹലതയ്ക്ക് വേണ്ടി കൂട്ടി. സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്നും പിറന്നാൾ ദിവസത്തിൽ സ്വർണം കിട്ടുന്നത് ഒരു ഭാഗ്യല്ലേ സ്നേഹലത? ഭാഗ്യമൊക്കെ തന്നെയാ. എന്നാലും ആരും അറിയണ്ട കേട്ടോ. അച്ഛൻ്റെ അടുത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സംശയിക്കും. ഇതിങ്ങനെ വിട്ടാ ശരിയാവും. ടീച്ചറെ, ടീച്ചറെ, നിങ്ങൾ ഒടുക്കത്തെ തുള്ളലൊന്നും നിർത്തോ പഠിച്ചോനെ. ഒന്നും കണ്ട് താഴെ ഇറങ്ങി നോക്കിയാട്ടെ. ഇനി ഒന്നും പൊളിഞ്ഞു വീഴാൻ ബാക്കിയില്ല. ടീച്ചറെ, ഇങ്ങനെ തുള്ളിയാലേ എല്ലാം കൂടി ഇരിഞ്ഞു പറഞ്ഞ് സമാധാനം ഉള്ളിൽ പോകും. നമ്മളെ തലേ കയറിയിട്ട് അങ്ങനെ ഡാൻസ് പഠിപ്പിക്കല് പറഞ്ഞ കേക്ക് മനസ്സിലായില്ലല്ലേ? ഇതൊന്നും നിർത്താൻ കഴിയും. ഞാനൊന്ന് നോക്കട്ടെ. ഇനി നാളെ മതി. നാളെ എല്ലാരും ചായക്കടയിൽ തിരക്ക് കൂടും മുമ്പ് വരണം. തട്ടിക്കുമ്പിട്ടോളൂ. പണ്ടാറോ പാച്ചി കാല് പൂസ് വെച്ചോട്ടെ. എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടാ പോക്കറെ. വെറുതെ സ്ത്രീ ശാപം വാങ്ങണ്ട. ശാപോ? അങ്ങനെ ശപിക്കാൻ മാത്രം ശക്തിയുള്ള ഒറ്റ പെണ്ണ് ദുനിയാവിലില്ല. ഇതേ നമ്മൾ ഔറാനാജിന്റെ വാപ്പ അസിലാജിക്ക് അയാളെയും വാപ്പ 1-ാം പിറന്നാൾ സമ്മാനമായിട്ട് കൊടുത്ത ബിൽഡിംഗ് ആണിത്. നമ്മൾ അതിന്റെ അടിയിൽ കയറി ചപ്പലായി പോകും ഭാസ്കര. ഓള് വാ, പേടിക്കാണ്ട് വാ. ഓൻ കാര്യമായിട്ട് നോക്കിക്കോളും. ഓളുടെ ഉമ്മാന്റെ ഉമ്മാനെ നമ്മുടെ വാപ്പ അസലി കാജിക്ക് വലിയുപ്പ പെരുന്നാളിന് കൊടുത്താണ്. അതിന്നുണ്ടായ വിത്താണ്. എന്ത് വിത്തായാലും ശരി, എന്റെ അന്തോണിസ് പുണ്യാളച്ച ഹാജിയാർക്ക് 3000 ആണ് പോണത്. അത് നീ 5000 ആയിട്ട് മടക്കി തരണേ. ആ, ഈ കയറങ്ങോട്ട് പിടിച്ചോളീം, കായ് ഇങ്ങോട്ട് എടുത്തോളീം. കായ് എടുക്ക്, ഗുണം വരും. ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ. ഹാജിയാരെ ഞമ്മള് കണ്ടു. എന്ത് കണ്ട്? ഹാജിയാരുടെ പുതിയ ബീവി അവിടുന്ന് എത്തി നോക്കണത് ഇപ്പൊ നമ്മള് കണ്ടു. ആ അമ്മയ്ക്ക് ഇഷ്ടായി. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. എന്താ അത് പോരെ? അത് മതി. ദേവയാനി ചേച്ചി എവിടക്കാ? തന്റെ അമ്മയുടെ നായരോടക്ക്. അത് നടത്തം കണ്ടപ്പോഴേ മനസ്സിലായി. മാന്നാലും ഒന്നും മാറിക്കോ. ഒന്ന് തൊഴിയിക്കാൻ കൊണ്ടുവന്നതാ. മറച്ചു വെക്കുമ്പോ നഷ്ടം വരരുതല്ലോ. തൊഴടി മോളെ, ഭഗവതി തൊഴടി മോളെ. എന്തിനാ പാപ്പി മറിച്ചു വെക്കണത്? അതിനെ നിനക്ക് തന്നെ വളർത്തി പാല് കുടിച്ച് ശരീരം നന്നായിക്കൂടെ? നായര് വെറുതെ വിവരദോഷം പറയരുത്. എന്റെ അപ്പനോ അപ്പന്റെ അപ്പനോ അപ്പാപ്പന്റെ അപ്പനോ പാല് കുടിച്ചിട്ടില്ല. പശുവിനെ വാങ്ങും വിൽക്കും. ഇനി ഞാനായിട്ട് എന്തിനാ പാരമ്പര്യത്തിന് കളങ്കം വരുത്തുന്നത്? തൊഴുത് കഴിഞ്ഞാൽ പൂവാടി മോളെ. ഇനി ഇവിടെ നിന്നാ വിവരക്കേട് ഇനിയും കേൾക്കേണ്ടി വരും. തീർന്നു. അച്ഛൻ മരിച്ചു. അയ്യോ, കുറച്ചു മുമ്പ് നിന്റെ അച്ഛനെ കണ്ടതാണല്ലോ. എന്റെ അച്ഛനല്ല, ഭാസ്കരേട്ടന്റെ അച്ഛൻ. നിക്കടാ, എന്താ കാര്യം? നമ്മുടെ തട്ടാങ്കോവല മരിച്ചു. തട്ടാങ്കോവല മരിച്ചു? വാ പോയി നോക്കാം. തട്ടാങ്കോവല മരിച്ചു. മരിച്ചോ? എപ്പോഴാ? ഇപ്പോ. എപ്പോഴാ മരിച്ചത്? ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മുടെ വഴിപാട് നടക്കട്ടെ. ഇതൊന്നും പിടിച്ചോളൂ. വഴിപാടുകാരൻ പോയ നിലയ്ക്ക് ഞാൻ ഇനി ആർക്ക് വേണ്ടിയാ തുള്ളുന്നേ? തിരുമേനി, എന്റെ ഭഗവതി. എന്താ എന്താ സംഗതി? നമ്മുടെ തട്ടാങ്കോവലം മരിച്ചു.
ഇങ്ങനെ കൂടി നിൽക്കാതെ മരിച്ച ആൾക്ക് ഇത്തിരി ആശ്വാസം കൊടുക്കുക. ഇത്തിരി ശുദ്ധമായി കിട്ടിക്കോട്ടെ കേട്ടോ പണിക്കരെ. നിലത്തിറക്കി കിടക്കണം. കട്ടിൽ മറിച്ച് നേരം കിടത്താൻ പറ്റില്ല. എല്ലാരോടും ഒന്ന് പോവാൻ പറ. ഒന്ന് നിർത്തുന്നുണ്ടോ? മരിച്ചിട്ട് പോരെ നിലവിളി. ബഹളം വെക്കാനൊന്നുമില്ല, മൂപ്പരൊന്നും മയങ്ങിയതാ. കാവിൽ വെച്ച് കേട്ടപ്പോഴേ എനിക്കത് തോന്നി. ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഭഗവതി, ചങ്ക് പൊള്ളിപ്പോയി മോളെ. ഈ പ്രായത്തിൽ ഇങ്ങനെ നിലവിളിക്കരുത്. എന്താടി ഇത്ര ചിരിക്കാൻ? ഇത് ചിരിക്കാനുള്ള സമയാ? എന്റെ അച്ഛൻ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാരും കൂടി ബഹളം വെച്ച് അച്ഛനെ കൊല്ലാതിരുന്നാ മതി. സമയം വരുമ്പോ അച്ഛൻ അറിയാം മരിക്കാൻ. പോട്ടെ ഭാസ്കര, പോയെന്ന് വിചാരിച്ച ആളല്ലേ തിരിച്ചു വന്നിരിക്കുന്നത്. നല്ല യോഗ. വല്ലാത്തൊരു യോഗ. ഇങ്ങനെ എല്ലാരും കൂടി ഓടി വന്നാൽ ആ വരവ് കണ്ടിട്ട് തന്നെ ആള് തീരും. ഒന്നങ്ങോട്ട് മാറുക. പണിക്കരെ, ഞാൻ ഇറങ്ങി. ഇനി ഇപ്പൊ പോയിട്ടെന്താ? തുള്ളി തീരുന്നതിന് മുമ്പ് ഓടി പോകുന്നതല്ലേ. ഇനിയുള്ളത് ഇവിടെ തന്നെ തുള്ളി തീർത്താ പോരെ? എവിടെ തുള്ളണം എന്നുള്ളത് വെളിച്ചപ്പാട് തീരുമാനിക്കും. പരിഹസിക്കരുത്. ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഏത് ഭഗവതിയും ഓടി വരും. പിന്നാണോ ഒരു വെളിച്ചപ്പാട്? അത് ശരിയാ. അയ്യോ എന്റെ പശു, എന്റെ അന്തോണിസ് പുണ്യാളച്ച ചതിച്ചോ? പശു 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 ഒന്നരക്കൊമ്പി. എന്താ വാപ്പി ഇത്? 3000 കൊടുത്ത് വാങ്ങിയ എന്റെ പശു പോയി. അപ്പൊ നീ പശുവിനെ കെട്ടാണ്ടാ ഓടിയത്? അല്ല, പശുവിനോട് പൊക്കളാൻ പറഞ്ഞു. വഴിയുണ്ടാക്കാൻ കരയണ്ട. താൻ ഭഗവതിക്ക് ഒരു പ്രാർത്ഥന കൊടുക്ക, പശു താനേ വരും. ശരിയാ, പോയ പശു അതുപോലെ തിരിച്ചു റിവേഴ്സിൽ വരും. ഓ, പോയ 3000ന്റെ കൂടെ എന്റെ ഒരു 10 ഉറുപ്പിക കൂടി വെളിച്ചപ്പാടിന് പോയിക്കോട്ടെ എന്ന്. നല്ല ബിസിനസ്സാ. എന്നാ താനിരുന്ന് കരേ വരി നേരെ. അല്ല, എന്താ തന്റെ നിറം പോയിക്കോ അവിടുന്ന്. ഇനി അച്ഛൻ സുഖമായിട്ടൊന്ന് ഉറങ്ങ്. ക്ഷീണം മാറട്ടെ. ഞാൻ ഡോക്ടറെ വിളിക്കാം. എനിക്ക് കഷായം മതി. ഓ, ഒടുക്കത്തൊരു കഷായം. ഈ കഷായം കുടിച്ചു കുടിച്ചാ ജീവിതം തന്നെ കൈപ്പേറിയ ഒരു കഷായായി പോയത്. ഈ പൈക്കളും നായ്ക്കളും ഒരുപോലെയാണ്. രണ്ടും മണത്തില്ലല്ലോ. അയറ്റിങ്ങൾക്ക് അറിയാതെ അത് വളർന്ന സ്ഥലം അതായി ആചാര ദൗത്യലുണ്ടാവുന്നു. എവിടെയെങ്കിലും കെട്ടിയിട്ട് തട്ടാന്റെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു അല്ലേ? കയറ് വിട്ടതാ പറ്റിച്ചു. പോയതെന്തായാലും പോയി. നീ കയറും വിട്ട് പിന്നെ അതിനെ പറ്റി പറഞ്ഞിട്ട് എന്താണ് നമുക്ക് ഫലം? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. എന്ത് കേക്കാൻ? പുറത്തു പോണ കാര്യം ഒഴിച്ച് എന്ത് വേണോ പറഞ്ഞോ, നമ്മള് കേക്കാം. ഞമ്മക്ക് രണ്ടുപേർക്കും കൂടെ എന്റെ ഇളയപ്പാന്റെ വീട് വരെ ഒന്ന് പോയിക്കൂടെ? അവിടെ നേർച്ചയില്ലേ? പിന്നാമ്പറത്തെ കുന്നിന്റെ മുകളിൽ പോയിരുന്നാൽ എന്ത് ഭംഗിയാ. മയ പേണേന് മുന്നേ ആണേല് 2 മയവില്ലും കാണാം. കൊന്നുകളെ ഞാൻ. അനക്ക് ഇവിടെ എന്താണ് ഒരു കുറവ്? അന്ന നമ്മൾ നല്ലോണം നോക്കണില്ലേ? തിന്നാൻ തരണില്ലേ? ഈ കാണുന്നതൊക്കെ അനക്കുള്ളതല്ലേ? പിന്നെ ഒന്നിച്ച് കയ്യും പിടിച്ച് നേർച്ചയ്ക്ക് പോകാനും പറ്റും. നമ്മളെന്താ പ്രേമിക്കുക? അന്ന കെട്ടണേന് മുന്നേ 2 എണ്ണത്തിനെ നമ്മൾ കെട്ടി. ഉത്സവത്തിന് കൊണ്ടുപോയി, നേർച്ചയ്ക്ക് കൊണ്ടുപോയി, സിനിമയ്ക്ക് കൊണ്ടുപോയി. ഒടുവിൽ എന്തുണ്ടായി? 2 ഓരോ കള്ള നായിന്റെ മക്കളുടെ കൂടെ നമ്മൾ അറിയാണ്ട് ഒളിച്ചോടി പോയി. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഹലോ എന്റെ പുന്നാര മുത്തേ, അന്ന ഞമ്മക്ക് 1000 വട്ടം വിശ്വാസമാണ്. എന്നാലും ഒരു പേടി. അതുകൊണ്ട് അന്ന നമ്മൾ എവിടെയും കൊണ്ടുപോകില്ല. ഈ നാട്ടിലുള്ള ഒരു ഹവക്കും അന്നെ കാണാൻ നമ്മൾ സമ്മതിക്കല. അനക്ക് മയവില്ല് കാണണമെങ്കിൽ ഭയുണ്ട്. ഇങ്ങനെ തണ്ണി വായിലെടുത്ത് തുപ്പിയാ മതി. അതിന്റെ ഉള്ളിൽ കാണാം മയവില്ല്. 7 നിറത്തില്. ഒക്കെ വെയില് വേണം. അല്ലോ സൂക്ഷിക്കണം. പെണ്ണുങ്ങളെ ചിരിയേക്കുന്നുണ്ട്. ആചാര ബീവിനെ നമ്മൾ കണ്ടു എന്ന് അറിഞ്ഞാൽ അയാൾ നമ്മളെ മയ്യത്താക്കും. മയ്യത്തായാലും ശരി, എനിക്ക് എന്റെ പശുവിനെ കിട്ടണം. എന്നാലൊരു കാര്യം ചെയ്യാം, ആചാരം നേരിട്ട് എന്ന് കാണാതെ നമുക്ക് നേരെ ആലോചിച്ച് നോക്കിയാൽ എന്താ? എന്നവാ, എനിക്ക് ആചാരം എന്തിനാ? പശുവിനെ കിട്ടിയാ മതി. ഇതിനകത്തില്ല. അയാളെ നമ്പാൻ പറ്റൂല. അയാൾ തോത്തിന്റെ പുറത്തും കെട്ടും. വാ പോയി നോക്കാം. തെപ്പറമ്പിലുണ്ടാവും. ഉണ്ടാവും. വേഗം കയറിക്കും. ആചാരം നോക്കാം. അയ്യ
ചാടല്ലേ, ഇവിടെ ചാണകക്കുഴിയാണ്. ആരോ തൊടിയിൽ കടന്നിട്ടുണ്ടല്ലോ. ഈ പട്ടാപ്പകല് നമ്മുടെ താടിന്റെ ചോട്ടിൽ കള്ളന്മാരാ. അകത്ത് പോ ഈ അകത്ത് പോ. എന്നെ അവർ കണ്ട ആരാണ്ടാ ചോദിക്കാണ്ട് തൊടി കടന്നത്? ഇത് പെണ്ണുങ്ങളുള്ള വീടാണെന്ന് അറിയില്ലേ? ഞാൻ ചെയ്താമാരാണ്ടത്. ആചാരെ എന്റെ 3000 പോയി ആചാരെ. ആ പശു കയറും കൊണ്ട് ഓടി. ചാണകൂയിൽ ഏതായാലും ഇല്ല. അത് ഞങ്ങൾ നോക്കി. ആചാരം ഒന്ന് ചുറ്റും നോക്കി, അവിടെ എവിടെങ്കിലും ഉണ്ടാവും. ആ തട്ടാം ഭാസ്കരന്റെ അച്ഛൻ മരിച്ച് നിലവിളി കേട്ട് എല്ലാം മറന്ന് ഞാൻ ഓടിയത് ഒടുവിൽ എങ്ങനെ ആയല്ലോ കർത്താവേ. ചാവാങ്ങന്റെ നേരെ അവര് മയ്യത്തായ ഔവക്കർ പറഞ്ഞിട്ടാണ് നമ്മൾ വിവരം അറിഞ്ഞത്. പടച്ചോ നിരീച്ച മനുഷ്യന് തടുക്കാൻ പറ്റില്ല മോനെ. ആൾക്കാരും വന്ന് തുടങ്ങില്ല അല്ലേ? എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു.